ഒരു കാര്യം വെച്ചാല് നമ്മളിപ്പോ കൊളപ്പുള്ളി ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായി എന്നാണ് എന്റെ ഓർമ്മ. ഇനിയിപ്പോ കറക്റ്റ് എനിക്ക് അറിയില്ല. പക്ഷെ അതില് കാലങ്ങളായിട്ട് ഇപ്പൊ ബസ് കയറുന്നില്ല. ഇടയ്ക്ക് ചില സമയത്ത് കുറച്ച് ബസ്സുകൾ അതിൽ കയറ്റും എന്നല്ലാണ്ട് അത് റെഗുലർ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല. ഒരു നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സംഭവം. അത് ചോദിക്കേണ്ടത് ഞാൻ LDFനോടാണ്. അതായത് ഇപ്പൊ ഒരാഴ്ച മുന്നേ അതിന്റെ ഉള്ളിൽ ഒരാളെ കൊന്നു, അതായത് മരണപ്പെട്ടു. അങ്ങനെ രാത്രി കാലങ്ങളിലും അങ്ങനെ ഒരുപാട് വൃത്തികെട്ട കാര്യങ്ങളൊക്കെ നടക്കുക മാത്രമേ അപ്പൊ അതുകൊണ്ടൊരു ഉപകാരമുള്ളൂ. കൊളപ്പുള്ളി ബസ് സ്റ്റാൻഡ്. അതെ, അതിലിപ്പോ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ അടുത്ത് അതിന്റെ ഷീറ്റൊക്കെ പൊളിച്ച് രണ്ടാമത് നവീകരിക്കണ കണ്ടു. പക്ഷെ അതിൽ പിന്നെയും ബസ് കയറണമെന്ന് കണ്ടിട്ടില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ നന്നായി. ശ്രീ ജയപ്രകാശ്, കൊളപ്പുള്ളി ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി കൊളപ്പുള്ളി ബസ് സ്റ്റാൻഡ് വാഹനം കയറാതിരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന് നിങ്ങൾ പറയുന്ന കേൾക്കണതേ, എനിക്കറിയില്ല. ആള് പറയാൻ സമയം ഇങ്ങനെ വെറുതെ ഒച്ചിട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ പറയട്ടെ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒച്ചട്ടേക്ക് ഇല്ല പറഞ്ഞ ഞങ്ങൾ ഒച്ചട്ടേക്ക് ഇല്ല, ഞങ്ങൾ ഒച്ചട്ടേക്ക് എന്റെ അറിവിലേക്ക് പറയൂ. നിങ്ങൾ പ്രസംഗിക്ക് പ്ലീസ്. ജയപ്രകാശ്, ഒരു മിനിറ്റ് പ്ലീസ്. മറുപടി പറയട്ടെ. ചോദിച്ചതിന് മറുപടി പറയട്ടെ. ഒരു മിനിറ്റ് പ്ലീസ്. അപ്പൊ നിങ്ങൾ ഇല്ല പറയൂ, താങ്കൾ പറയൂ. ഇത് ഇതൊരു മര്യാദ ഇല്ല. എന്താണ് ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം? ഞാൻ പറയട്ടെ, പറയണ കേട്ടാലേ പറ്റൂ. പ്ലീസ് പറയുന്ന കേക്കൂ. പ്ലീസ് കേക്കൂ. മതി. പ്ലീസ് നിങ്ങൾ പറയുന്ന കേക്കൂന്ന് കേക്കൂ. നിങ്ങള് ഞാന് ഒരു കാര്യങ്ങൾക്ക് പറയാനുള്ളത്, ചെറിയ കാര്യങ്ങളിൽ പിടിച്ചിട്ട് നിങ്ങൾ വൈകാരികമായ അന്തരീക്ഷം ഒന്നും ഉണ്ടാക്കണ്ട. ശരി. കൊളപ്പള്ളി ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. ബസ് സ്റ്റാൻഡ് ഉണ്ടായതും ബസ് സ്റ്റാൻഡിൽ ബസ് കയറാത്തതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ടായതിന്. ബസ് അവിടുന്ന് പട്ടാമ്പിയിൽ നിന്ന് വരുമ്പോൾ കയറാനും ഷൊർണൂരിൽ നിന്ന് പോകുമ്പോൾ കയറാനുള്ള പ്രായോഗികമായ കുറേ പ്രശ്നങ്ങൾ ബസ് ഓണേഴ്സുമായി ബന്ധപ്പെട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തി പരാജയപ്പെട്ടതാണ്. വീണ്ടും അത് തുടർന്നും ബസ് കയറാൻ ആവശ്യമായ നടപടി എല്ലാവർക്കും കൂട്ടായിട്ട് നടത്താനല്ലേ സാധിക്കൂ. അതിനാവശ്യമായ നിലയിലുള്ള ഇടപെടൽ നടത്താം. അതല്ലാണ്ട് നമുക്ക് ഇത് ഇപ്പോൾ ഇവിടെ വന്ന് ചർച്ച ചെയ്യുന്ന കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഇവിടെ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന മട്ടിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെത്തുന്നത് ശരിയല്ല. ഇതൊരു നിയമസഭാ മണ്ഡലത്തിലേക്ക് നടക്കുന്ന മത്സരമാണ്. ഇപ്പം നിയമസഭാ മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. 806 കോടി രൂപയുടെ വികസനം നടന്നു. നിഷേധിക്കാൻ നിങ്ങളുടെ കയ്യിൽ വല്ലതുണ്ടോ? ഞാൻ എണ്ണി പറഞ്ഞു. ഇന്ന വിഭാഗത്തിന് ഇന്ന രീതിയിൽ എണ്ണി പറഞ്ഞു. നിങ്ങൾ ആരും അത് നിഷേധിച്ചില്ലെന്ന് മാത്രമല്ല, അതൊക്കെ നുണയാണ് എന്ന് പോലും പറയാൻ സാധിക്കില്ല. ഇനി ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഓക്കെ, നമുക്ക് എന്തായാലും കൺക്ലൂഡ് ചെയ്യാൻ സമയമായി. അപ്പോൾ വലിയ പ്രതീക്ഷയെ തന്നെയാണ് ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജയിക്കും. സഖാവിനോടാണ് നമുക്ക് അവസാനിപ്പിക്കാം. ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിപ്പിക്കും പറഞ്ഞ പോലെ. ഓക്കെ, ശരി. യെസ്, സ്വാമിനാഥൻ. ഇവിടെ 1.5 മണിക്കൂറായി നടക്കുന്ന ചർച്ചയാണ്. ഈ ജനങ്ങൾ അനുഭവിക്കുന്ന അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ഈ ചർച്ച വഴിമാറിപ്പോയി എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇവിടെ ചർച്ച ചെയ്യാൻ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, വിലക്കയറ്റം ഉൾപ്പെടെ, തൊഴിലില്ലായ്മ ഉൾപ്പെടെ, നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്ന ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ വഴിമാറിപ്പോയി എന്നുള്ളതാണ്. പ്ലീസ് നിങ്ങൾ നിൽക്കൂ. വഴിമാറിപ്പോയി. പക്ഷേങ്കിലും ഇത് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണല്ലോ. എനിക്ക് പറയാനുള്ളത്, ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാരിൻ്റെയും കേരളം ഭരിക്കുന്ന LDF സർക്കാരിൻ്റെയും ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഒരു നിശബ്ദ വിപ്ലവം വോട്ടിങ്ങിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന് മാത്രമാണ് എനിക്ക് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ശംഖു. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയുള്ള, വലിയ വിശ്വാസം, വലിയ ആത്മവിശ്വാസം തരുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഈ മണ്ഡലത്തിൽ ഞാനൊന്ന് അവസാനിപ്പിച്ചോട്ടെ. ഈ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വലിയ പ്രതീക്ഷയും വിശ്വാസവും വലിയ ശുഭപ്രതീക്ഷയുമാണ് തീർച്ചയായിട്ടും ഉള്ളത്.
വളരെ ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുടനീളമുണ്ട്. ഈ മണ്ഡലത്തിൽ വളരെ കൃത്യമായിട്ട് MLAക്ക് എതിരായിട്ടുള്ളൊരു വികാരം ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പര്യടനം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നാൽ ആ MLA വിരുദ്ധ വികാരത്തിൻ്റെയോ ഭരണവിരുദ്ധ വികാരത്തിൻ്റെയോ ഗുണഭോക്താവാകാൻ സാധാരണത്തെ പോലെ ഇവിടെ UDFന് സാധിക്കുന്നില്ല. കാരണം UDF ക്യാമ്പിനുള്ളിലും വലിയ ആശങ്കകളും വലിയ കൺഫ്യൂഷനുകളും ഒക്കെ ഉണ്ട്. UDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള സന്ദേഹങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ട്. UDFൻ്റെ ഒരു യഥാർത്ഥ ബദലായിട്ട് ഈ പറയുന്ന രണ്ട് കൂട്ടരും ഒരേപോലെയുള്ള അഴിമതികളും ഒരേപോലെയുള്ള പ്രവൃത്തികളും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഇടത് ദുർഭരണത്തിനെതിരെയുള്ള ഒരു ബദലായിട്ട് UDFനെ കാണാൻ ജനങ്ങൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് കൂട്ടർക്കെതിരെയുള്ള വിരോധത്തിൻ്റെ ഗുണഭോക്താവ് ഇത്തവണ തേർഡ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യഥാർത്ഥ പ്രതിപക്ഷമായിട്ടുള്ള BJP ആണ് ആവാൻ പോകുന്നത്. അതുകൊണ്ട് BJPയുടെ വോട്ടുകളും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഭിന്ന വോട്ടുകളും ഇത്തവണ BJPക്ക് അനുകൂലമായി ഭവിക്കുകയും ഇത്തവണ ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും.